നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. യുകെയിൽ ലേബർ പാർട്ടിയുടെ ഗ്രാഫ് താഴേക്ക്, 1-ാം സ്ഥാനത്ത് നിന്ന് 3-ാം സ്ഥാനത്തേക്ക്. വരുന്ന സ്കോട്ടിഷ് പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടി കാഴ്ചവെക്കുക 116-ാം വർഷക്കാലത്തിനിടയിലെ ഏറ്റവും മോശം പ്രകടനമായിരിക്കുമെന്ന റിപ്പോർട്ട്. കെയർ സ്റ്റാമറിനോടുള്ള അനിഷ്ടം ശക്തമായി നിൽക്കുമെന്ന് സ്കോട്ട്ലൻഡിലെ അന സർവാക്കറിന്റെ പാർട്ടി നേടുക 15% വോട്ടുകൾ മാത്രം. സ്കോട്ടിഷ് നാഷണലിസ്റ്റ് പാർട്ടിക്ക് പ്രധാന പ്രതിപക്ഷമാവുക റിഫോം യുകെ എന്ന് സർവേ ഫലം. യുകെയിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനെയും NHS ഇംഗ്ലണ്ടിനെയും പ്രതിസന്ധിയുടെ മുൾമുനയിൽ നിർത്തിയ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ റിപ്പോർട്ട്. NHSലെ മെഡിക്കൽ അവഗണന രോഗികളുടെ മരണം തുടർക്കഥയാകുന്നു. 2 ദശകങ്ങളായി മൂല്യമേറിയ മുന്നറിയിപ്പുകൾ നൽകിയിട്ടും ഗവൺമെന്റും NHSും അടിസ്ഥാന പ്രശ്നം പരിഹരിക്കാൻ തയ്യാറായില്ല എന്ന് വിമർശനം. വീഴ്ചകളുടെ പേരിൽ മാത്രം പ്രതിവർഷത്തെ അനാവശ്യ ചെലവ് 3.6 ബില്യൺ പൗണ്ട്. ഉക്രൈൻ ട്രംപിന്റെ വഴിയെ. ഉക്രൈനിൽ ഒരാഴ്ച വെടിനിർത്തൽ നടപ്പാക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സമ്മതിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തെക്കൻ ഉക്രൈനിലെ സ്പൊറോഷ്യസ് പ്രവിശ്യയിൽ റഷ്യ നടത്തിയ ഡ്രോൺ ആക്രമണങ്ങളിൽ 3 പേർ കൊല്ലപ്പെട്ടു. റഷ്യ ആക്രമണം നടത്തിയത് US മധ്യസ്ഥതയിലുള്ള സമാധാന ചർച്ച പുനരാരംഭിക്കാനിരിക്കെ. യുദ്ധത്തിൽ കൊല്ലപ്പെട്ട സൈനികരുടെ മൃതദേഹങ്ങൾ ഇരു രാജ്യങ്ങളും പരസ്പരം കൈമാറി. അതിശൈത്യം കണക്കിലെടുത്ത് ഉക്രൈനിൽ ഒരാഴ്ച ആക്രമണം നടത്തില്ലെന്ന് പുടിൻ. കാനഡയുമായുള്ള വ്യാപാര തർക്കം കൂടുതൽ രൂക്ഷമാക്കിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കാനഡയിൽ നിർമ്മിക്കുന്ന എല്ലാ വിമാനങ്ങൾക്കും US 50% തീരുവ ചുമത്തി. കാനഡ ക്യൂബക്കിൽ നിർമ്മിക്കുന്ന ജെറ്റുകൾ ഉൾപ്പെടെയുള്ള വിമാനങ്ങൾക്ക് നൽകിയ സർട്ടിഫിക്കേഷൻ പിൻവലിക്കുമെന്നും ട്രംപിന്റെ ഭീഷണി. ഇന്ത്യയുമായി വ്യാപാര കരാർ ഒപ്പുവെച്ച യൂറോപ്യൻ യൂണിയന്റെ തീരുമാനത്തിൽ നിരാശയുണ്ടെന്നും ട്രംപ്. US-നൊപ്പം നിൽക്കാൻ യൂറോപ്പ് മടിക്കുന്നതിന് കാരണം ഇന്ത്യയെന്നും ട്രംപിന്റെ ആരോപണം. ഹൈക്കമാൻഡും ശശി തരൂരും തമ്മിലുള്ള ഭിന്നതയ്ക്ക് താൽക്കാലിക വിരാമം. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും തരൂരുമായി കൂടിക്കാഴ്ച നടത്തി. CPM-മായി തരൂർ അടുക്കുന്നുവെന്ന വാർത്തകൾക്കിടെയാണ് കൂടിക്കാഴ്ച. ചർച്ച വളരെ ക്രിയാത്മകവും അനുകൂലവുമായിരുന്നുവെന്ന് ഒരുമിച്ച് മുന്നോട്ടു പോകുമെന്നും തരൂർ. പുതിയ പദവിക്കായി താൻ ശ്രമിക്കുന്നില്ലെന്നും കേരളത്തിൽ പാർട്ടിക്കായി പ്രചരണത്തിനിറങ്ങുമെന്നും തരൂർ. അജിത് പവാറിന്റെ ഭാര്യ സുനേത്ര പവാറിനെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള നീക്കം സജീവമാക്കി NCP നേതൃത്വം. ബാരാമതിയിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ സുനേത്ര പവാർ സ്ഥാനാർത്ഥിയായേക്കും. നിലവിൽ രാജ്യസഭാ അംഗമായ സുനേത്ര പവാറിന്റെ പാർട്ടിയുടെ ഇടക്കാല അധ്യക്ഷയായേക്കും. അജിത് പവാറിന്റെ വിയോഗത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ NCP നേതൃത്വം BJP മുന്നണിയോടൊപ്പം തുടരും. ലോക കേരള സഭയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. കേരള സമൂഹത്തെയും സംസ്കാരത്തെയും സൃഷ്ടിക്കുന്നതിലും പുനഃസൃഷ്ടിക്കുന്നതിലും കേരളത്തിന് അകത്തുള്ളവർക്ക് എന്ന പോലെ പുറത്തുള്ളവർക്കും വലിയ പങ്കുണ്ടെന്നും മുഖ്യമന്ത്രി. നവകേരള സൃഷ്ടിയിൽ എല്ലാ കേരളീയർക്കും ഒത്തൊരുമയോടെ മുന്നോട്ട് നീങ്ങാൻ കഴിയണമെന്നും അകം കേരളം പുറം കേരളം തമ്മിലുള്ള ഒത്തൊരുമ വളർത്താൻ പ്രയത്നിക്കണമെന്നും മുഖ്യമന്ത്രി. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച തിരുവനന്തപുരം കാസർഗോഡ് RRTS പദ്ധതിയെ തള്ളി E. ശ്രീധരൻ. അതിവേഗ റെയിൽവേയുമായി താരതമ്യം ചെയ്യുമ്പോൾ RRTS ഒരു സിമ്പിൾ വേസ്റ്റ് ആണെന്നും കേരളത്തിൽ പ്രായോഗികമല്ലെന്നും E. ശ്രീധരൻ. അതിവേഗ റെയിൽവേ എന്നത് ഇടതു സർക്കാർ ആശയം തന്നെയാണെന്നും എന്നാൽ ഇപ്പോൾ മാറ്റം കൊണ്ടുവന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ലെന്നും E. ശ്രീധരൻ. വാർത്തകൾ വിശദമായി. വരുന്ന മെയ് മാസത്തിൽ നടക്കുന്ന സ്കോട്ടിഷ് പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടി കാഴ്ചവെക്കുക കഴിഞ്ഞ 116 വർഷക്കാലത്തിനിടയിലെ ഏറ്റവും മോശം പ്രകടനമായിരിക്കുമെന്ന റിപ്പോർട്ട്. കെയർ സ്റ്റാമറിനോടുള്ള അനിഷ്ടം ശക്തമായി നിൽക്കുന്ന സ്കോട്ട്ലൻഡിൽ അന സർവാറിന്റെ പാർട്ടി തെരഞ്ഞെടുപ്പിൽ നേടുക വെറും 15% വോട്ടുകൾ മാത്രമായിരിക്കുമെന്നും റിപ്പോർട്ട്. സ്കോട്ടിഷ് പാർലമെന്റിലെ 3ാമത്തെ വലിയ കക്ഷിയാകും ലേബർ പാർട്ടി എന്നാണ് YouGov നടത്തിയ അഭിപ്രായ സർവേയുടെ ഫലത്തിൽ പറയുന്നത്. ഭരണത്തിലേറുന്ന സ്കോട്ടിഷ് നാഷണലിസ്റ്റ് പാർട്ടിക്ക് പ്രധാന പ്രതിപക്ഷമാവുക റിഫോം യുകെ ആയിരിക്കുമെന്നും സർവേ ഫലം ചൂണ്ടിക്കാട്ടുന്നു. 2024 പൊതു തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടിക്ക് വോട്ട് ചെയ്ത സ്കോട്ടിഷ് വോട്ടർമാരിൽ 32% പേര് മാത്രമാണ് വരുന്ന മെയ് മാസത്തിലെ തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ തയ്യാറായിട്ടുള്ളത്. അതിൽ 25%-ലേറെ പേരും റിഫോമിലേക്കും NCPയിലേക്കും മാറുകയാണ്. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനെയും NHS ഇംഗ്ലണ്ടിനെയും മുൾമുനയിലാക്കി പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ റിപ്പോർട്ട്. NHSലെ മെഡിക്കൽ അവഗണന മൂലം രോഗികൾ മരിക്കുന്നത് തുടർക്കഥയായി മാറുകയാണ്. 24 വർഷക്കാലമായി നൽകുന്ന മുന്നറിയിപ്പുകൾ അവഗണിച്ച ഗവൺമെന്റുകളും ഹെൽത്ത് സർവീസുമാണ് ഇതിന് കാരണക്കാരെന്ന് MPമാർ കുറ്റപ്പെടുത്തി. വീഴ്ചകളുടെ പേരിൽ വഹിക്കുന്ന ചെലവുകൾ പ്രതിവർഷം 3.6 ബില്യൺ പൗണ്ടിലേക്ക് ഉയർന്ന സാഹചര്യത്തിലാണ് ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ ഡിപ്പാർട്ട്മെന്റിനെയും NHSലെ ഇംഗ്ലണ്ടിനെയും രൂക്ഷമായി വിമർശിക്കുന്ന റിപ്പോർട്ട് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി പുറത്തുവിട്ടത്. ഇംഗ്ലണ്ടിൽ നിലനിൽക്കുന്ന പ്രശ്നത്തിന് അർത്ഥവത്തായ നടപടി കൈക്കൊള്ളുന്നതിൽ ഇരുവിഭാഗവും പരാജയപ്പെട്ടു എന്ന് റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നു. 2022 മുതലുള്ള 4 PSC റിപ്പോർട്ടുകൾ ഈ വിധത്തിൽ ഉപദേശങ്ങൾ നൽകിയിരുന്നു എന്നും കമ്മിറ്റി പറയുന്നുണ്ട്. 2 ദശകങ്ങളായി മൂല്യമേറിയ മുന്നറിയിപ്പുകൾ നൽകിയിട്ടും ഗവൺമെന്റും NHSും അടിസ്ഥാന പ്രശ്നം പരിഹരിക്കാൻ തയ്യാറായില്ല എന്നത് അസ്വീകാര്യമാണ്.
PSC ചെയർമാൻ ജെഫ്രി ഗിബ്സൺ ബ്രൗൺ പറഞ്ഞത് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റേണി കെയറിലെ വീഴ്ചകൾ ഇതിന് ഉദാഹരണമായും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ഇത് നികുതിദായകന്റെ ഫണ്ടിൽ നിന്നും വലിയ തുക ചെലവഴിക്കാൻ നിർബന്ധിതരാക്കുന്നു എന്നും ചെയർമാൻ പറയുന്നുണ്ട്. മുർക്കാംബെ ബേ, ഈസ്റ്റേൺ കെന്റ്, ഷുബ്രറി, ടെൽഫോർഡ് എന്നിവിടങ്ങളിൽ 2015 മുതൽ നടന്ന മെറ്റർണിറ്റി വിവാദങ്ങൾ സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ക്ലിനിക്കൽ വീഴ്ചകൾ 20 വർഷത്തിനിടെ 3 ഇരട്ടി വർദ്ധിപ്പിച്ചപ്പോഴും കാര്യമായ നടപടിയെടുക്കാൻ ആരോഗ്യ വകുപ്പിനോ രോഗികളെ അപകടത്തിലാക്കുന്ന പ്രശ്നങ്ങൾ നേരിടാൻ NHSനോ സാധിച്ചിട്ടില്ല എന്നും ഹിഫ്റ്റൺ പറയുന്നുണ്ട്. 2024-25 വർഷം ക്ലിനിക്കൽ വീഴ്ചകൾ നഷ്ടപരിഹാരം നൽകാൻ £60 ബില്യൺ ചെലവഴിച്ചു എന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. സോഫ്റ്റ് ജസ്റ്റിസ് പ്രോഗ്രാമിന്റെ ഭാഗമായി 50,000 ക്രിമിനലുകളെ ലേബർ സർക്കാർ വിവിധ ജയിലുകളിൽ നിന്ന് മോചിപ്പിച്ചതായി റിപ്പോർട്ട്. ഈ പദ്ധതിയുടെ ആദ്യ വർഷം തന്നെ 48,931 ക്രിമിനലുകളെയാണ് സ്വതന്ത്രരാക്കി പൊതുസമൂഹത്തിലേക്ക് തുറന്നുവിട്ടതെന്ന് നീതിന്യായകാര്യ മന്ത്രാലയത്തിന്റെ കണക്കുകളിൽ വ്യക്തമാക്കുന്നു. കോടതി വിധിച്ച ശിക്ഷാ കാലാവധിയുടെ 40% പൂർത്തിയാക്കിയാൽ സ്വതന്ത്രരാകുന്ന പദ്ധതി ഷബാന മഹ്മൂദ് നീതിന്യായകാര്യ സെക്രട്ടറി ആയിരുന്ന കാലത്താണ് ആരംഭിച്ചത്. പ്രതിമാസം ശരാശരി 3600 കൂടുതൽ തടവുകാർ മോചിതരാവുന്നു എന്ന റിപ്പോർട്ട് പരിഗണിച്ചാൽ ഇതുവരെ 60,000-ലധികം കുറ്റവാളികൾ ജയിൽ മോചിതരായി പൊതുസമൂഹത്തിൽ എത്തിയിട്ടുണ്ടാകും. ഏതായാലും ഈ പദ്ധതി ജയിലുകൾക്ക് മുന്നിൽ ആഘോഷങ്ങൾ വർദ്ധിപ്പിച്ചതായും റിപ്പോർട്ടുകൾ പറയുന്നു. കാലാവധി തീരുന്നതിന് മുന്നേ മോചിപ്പിക്കപ്പെട്ട് സന്തോഷം ഷാമ്പയിൻ കുപ്പികൾ പൊട്ടിച്ച് ആഘോഷിക്കുമ്പോൾ അവരിൽ പലരും ജീവിതകാലം മുഴുവനും ലേബർ പാർട്ടിക്ക് മാത്രമേ വോട്ട് ചെയ്യുകയുള്ളൂ എന്ന പ്രതിജ്ഞയും എടുക്കാറുണ്ടത്രേ. മനുഷ്യരുടെ തൊഴിലവസരങ്ങൾക്ക് മേൽ നിർബന്ധിത ബുദ്ധി ഒരു ഭീഷണിയായി വരുമ്പോൾ അതുവഴി തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് അടിസ്ഥാന നിരക്കിൽ വേതനം നൽകുന്ന കാര്യം ആലോചിക്കുമെന്നും മന്ത്രി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വരവോടെ വ്യാപകമായ തൊഴിൽ നഷ്ടമുണ്ടാകുമെന്ന ആശങ്ക ശക്തിപ്പെടുമ്പോൾ അത്തരത്തിൽ തൊഴിൽ നഷ്ടപ്പെടുന്നവരെ സഹായിക്കാനുള്ള മാർഗങ്ങൾ വൈറ്റ് ഹോളിൽ ചർച്ച ചെയ്യുന്നുണ്ടെന്നും ലോർഡ് സ്റ്റോക്ക് വുഡ് അറിയിച്ചു. സമൂഹത്തിന്റെ അടിത്തറ ഇളക്കാൻ AI ശ്രമിക്കുമ്പോൾ യൂണിവേഴ്സൽ ബേസിക് ഇൻകം എന്നൊരു പദ്ധതി ആവിഷ്കരിച്ച് അതിനെ നേരിടാൻ സർക്കാർ ശ്രമം. ആളുകൾ ജോലി ചെയ്താലും ഇല്ലെങ്കിലും ഒരു നിശ്ചിത തുക അവർക്ക് ധനസഹായമായി നൽകുന്ന UBI ഇപ്പോൾ സർക്കാർ നയത്തിന്റെ ഭാഗമല്ല. എന്നാൽ AI സാങ്കേതിക വിദ്യയുടെ വികാസം അതിവേഗത്തിൽ നടക്കുന്ന കാലത്ത് അധികം താമസിയാതെ തന്നെ തൊഴിൽ രഹിതരാകുന്നവർക്കായുള്ള പദ്ധതികളെ കുറിച്ച് ചിന്തിക്കേണ്ടതായുണ്ട് എന്നും അദ്ദേഹം പറയുന്നു. ചില രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ആരംഭിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വരുന്ന സെപ്റ്റംബറിൽ ലണ്ടനിൽ ഡ്രൈവർ ഇല്ലാത്ത റോബോട്ട് ടാക്സികൾ ഇറക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥാപനം പരീക്ഷണാർത്ഥമുള്ള ഓട്ടം ആരംഭിച്ചതോടെ നഗരത്തിലെ തെരുവുകളിൽ പലയിടങ്ങളിലും വെയ്മോ ടാക്സികൾ ദൃശ്യമാകാൻ തുടങ്ങി. ഈ വർഷത്തെ അവസാന പാദത്തിൽ പൂർണ്ണമായ രീതിയിൽ സർവീസ് നടത്താനാണ് കമ്പനി തീരുമാനിച്ചിരിക്കുന്നത്. പൂർണ്ണമായും ഓട്ടോമേറ്റഡ് ചെയ്യപ്പെട്ട ഈ കാറുകളിൽ ഡ്രൈവർ സീറ്റിൽ ആരും ഉണ്ടാവില്ല. അടുത്ത നിയന്ത്രണങ്ങൾക്കും ചെലവേറിയ സാങ്കേതിക വിദ്യകൾക്കും ഇടയിൽ ഗൂഗിളിന്റെ മാതൃസ്ഥാപനമായ ആൽഫൈറ്റിന്റെ ഒരു യൂണിറ്റായ ഈ കമ്പനി അമേരിക്കയിൽ സാവധാനം വളർന്നു വരികയായിരുന്നു. ഈ അനുഭവമാണ് ഇപ്പോൾ വിദേശ മണ്ണിൽ വേരുറപ്പിക്കാൻ കമ്പനിക്ക് കരുത്താകുന്നത്. ജാഗ്വാറുമായി ചേർന്ന് ലണ്ടനിൽ സർവീസ് നടത്തുന്ന ഇവരുടെ വെളുത്ത കാറുകൾ മുകളിൽ വലിയ ക്യാമറകൾ, എക്യുപ്മെന്റുകൾ സ്ഥാപിച്ചിരിക്കുന്നതിനാൽ തിരിച്ചറിയാൻ എളുപ്പമാണ്. നിലവിൽ സാൻ ഫ്രാൻസിസ്കോ, മിയാമി, അറ്റ്ലാന്റ തുടങ്ങിയ അമേരിക്കൻ നഗരങ്ങളിൽ ഇവ പൂർണ്ണമായും ഡ്രൈവർ ഇല്ലാത്ത ടാക്സി സേവനം നൽകുന്നുണ്ട്. ഇപ്പോൾ ഒരു സേഫ്റ്റി ഡ്രൈവർ സ്റ്റിയറിംഗ് ഇരിക്കുമെങ്കിലും വരുന്ന ഏപ്രിലോടെ ഒരു ഫുൾ പൈലറ്റ് സ്കീമാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. സെപ്റ്റംബറിൽ വ്യാപകമായ രീതിയിൽ ഈ സേവനം ലഭ്യമായി തുടങ്ങും. ഉക്രൈനിൽ ഒരാഴ്ച വെടിനിർത്തൽ നടപ്പാക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സമ്മതിച്ചെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അതിശൈത്യം കണക്കിലെടുത്ത് ഉക്രൈനിൽ ഒരാഴ്ച ആക്രമണം നടത്തരുതെന്ന് പ്രസിഡന്റ് പുടിനോട് വ്യക്തിപരമായി ആവശ്യപ്പെട്ടു എന്നും അദ്ദേഹം ആ നിർദ്ദേശം അംഗീകരിച്ചുവെന്നും ട്രംപ്. അതിശൈത്യത്തിൽ വലയുന്ന രാജ്യത്ത് ആക്രമണം തുടർന്നാൽ ജനങ്ങൾ കൂടുതൽ ദുരിതത്തിലാകുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രാദേശിക റിപ്പോർട്ടുകൾ അനുസരിച്ച് യുക്രൈൻ താപനില -27°C വരെ താഴ്ന്ന നിലയിലാണ്. ഫെബ്രുവരിയിൽ താപനിലയിൽ വലിയ ഇടിവുണ്ടാകുമെന്നും സ്റ്റേറ്റ് എമർജൻസി സർവീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം തെക്കൻ ഉക്രൈനിലെ സാപോറിഷ്യ പ്രവിശ്യയിൽ റഷ്യ നടത്തിയ ഡ്രോൺ ആക്രമണങ്ങൾ 3 പേർ കൊല്ലപ്പെട്ടു. കഴിഞ്ഞ മാസം മാത്രം 6000 ഡ്രോൺ ആക്രമണമാണ് റഷ്യ ഉക്രൈനിൽ നടത്തിയത്. US മധ്യസ്ഥതയിലുള്ള സമാധാന ചർച്ച ഞായറാഴ്ച പുനരാരംഭിക്കാനിരിക്കെയാണ് ആക്രമണം. അതിനിടെ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട സൈനികരുടെ മൃതദേഹങ്ങൾ ഇരു രാജ്യങ്ങളും പരസ്പരം കൈമാറി. 1000 ഉക്രൈൻ സൈനികരുടെ മൃതദേഹങ്ങളാണ് റഷ്യ കൈമാറിയത്. 30 റഷ്യൻ സൈനികരുടെ മൃതദേഹങ്ങൾ ഉക്രൈനും കൈമാറി. കാനഡയുമായുള്ള വ്യാപാര തർക്കം കൂടുതൽ രൂക്ഷമാക്കിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കാനഡയിൽ നിർമ്മിക്കുന്ന എല്ലാ വിമാനങ്ങൾക്കും US-ൽ 50% തീരുവ ചുമത്തുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. കൂടാതെ ക്യൂബക്കിൽ നിർമ്മിക്കുന്ന ബോംബാർഡിയർ ഗ്ലോബൽ എക്സ്പ്രസ് ജെറ്റുകൾ ഉൾപ്പെടെ കാനഡ വിമാനങ്ങൾക്ക് നൽകിയ സർട്ടിഫിക്കേഷൻ പിൻവലിക്കുമെന്നും പ്രഖ്യാപനം.
ഗൾഫ് സ്ട്രീം 500, 600, 700, 800 മോഡൽ ജെറ്റുകൾക്ക് കാനഡ അന്യായമായും നിയമവിരുദ്ധമായും സർട്ടിഫിക്കേഷൻ നിഷേധിക്കുകയാണ് എന്ന് ആരോപിച്ചാണ് ട്രംപിന്റെ നടപടി. ലോകത്തിലെ ഏറ്റവും നൂതനമായ വിമാന കമ്പനികളിലൊന്നായ ഗൾഫ് സ്ട്രീമിനെ കാനഡ തടയുകയാണ്. ഇത് ഉടൻ തിരുത്തിയില്ലെങ്കിൽ യുഎസിലേക്ക് വരുന്ന എല്ലാ കാനഡ നിർമ്മിത വിമാനങ്ങൾക്കും 50% തീരുവ ഏർപ്പെടുത്തുമെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ഗൾഫ് സ്ട്രീമിന് പൂർണ്ണ അംഗീകാരം ലഭിക്കുന്നതുവരെ കാനഡ വിമാനങ്ങളുടെ സർട്ടിഫിക്കേഷൻ തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ട്രംപ് വീണ്ടും അധികാരത്തിലെത്തിയതിനു ശേഷം യുഎസ് കാനഡ ബന്ധം വഷളാകുന്നതിനിടെയാണ് പുതിയ നീക്കം. നേരത്തെ കാനഡ ചൈനയുമായി വ്യാപാര കരാർ ഒപ്പുവെച്ചാൽ എല്ലാ കാനഡിയൻ ഉൽപ്പന്നങ്ങൾക്കും 100% തീരുവ ചുമത്തുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയെ ഗവർണർ എന്ന് പരിഹസിച്ച ട്രംപ് ചൈന കാനഡയെ സമ്പദ് വ്യവസ്ഥ വിഴുങ്ങുമെന്ന് ആരോപിച്ചിരുന്നു. ചൈന സന്ദർശിച്ച കാർണി കാനഡയുടെ പരമാധികാരം മാനിക്കണമെന്ന് ട്രംപിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് വിമാന മേഖലയെ ലക്ഷ്യമിട്ട് ട്രംപ് പുതിയ വ്യാപാര ആക്രമണം തുടങ്ങിയത്. നീക്കം നടപ്പായ ബോംബാർഡിയർ അടക്കമുള്ള കനേഡിയൻ വിമാന നിർമ്മാണ കമ്പനികൾക്ക് വടക്കേ അമേരിക്കൻ വ്യോമ വ്യാപാര മേഖലയ്ക്ക് വലിയ തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ. ഇന്ത്യയുമായി വ്യാപാര കരാർ ഒപ്പുവെച്ച യൂറോപ്യൻ യൂണിയന്റെ തീരുമാനത്തിൽ നിരാശയുണ്ട് എന്ന് അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെൻസൺ. ഉക്രൈൻ ജനങ്ങളുടെ താൽപര്യങ്ങളെക്കാൾ വ്യാപാരത്തിന് യൂറോപ്പ് മുൻഗണന നൽകിയതിന്റെ തെളിവാണ് ഈ നീക്കമെന്നും അദ്ദേഹം ആരോപിച്ചു. CNBCയോട് സംസാരിക്കവേ ഉപരോധ വിധേയമായ റഷ്യൻ എണ്ണ ഉപയോഗിച്ച് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ശുദ്ധീകരിച്ച പെട്രോളിയം ഉൽപ്പന്നങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾ വാങ്ങുന്നുണ്ട് എന്നും ഇന്ത്യക്കെതിരെ ഉയർന്ന US തീരുവകൾക്കൊപ്പം നിൽക്കാൻ യൂറോപ്പ് തയ്യാറാകാത്തത് ഇന്ത്യയുമായി സ്വതന്ത്ര വ്യാപാര കരാർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിലാണെന്നും ബെൻസ് പറഞ്ഞു. യൂറോപ്യൻ യൂണിയൻ ഇന്ത്യ വ്യാപാര കരാർ അന്തിമമായതോടെ യുഎസിനുള്ള ആശ്രയത്വം കുറയ്ക്കുകയും ഇരു രാജ്യങ്ങൾക്കുമിടയിലെ വ്യാപാരം വർദ്ധിപ്പിക്കുകയുമാണ് ലക്ഷ്യം. ഈ കരാറിലൂടെ 2032ഓടെ ഇന്ത്യയിലേക്കുള്ള യൂറോപ്യൻ യൂണിയന്റെ കയറ്റുമതി ഇരട്ടിയാകുമെന്നും അവർ അറിയിച്ചു. മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ 96.6% വ്യാപാര സാധനങ്ങളിലെ തീരുവകൾ ഒഴിവാക്കുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നതിലൂടെ യൂറോപ്യൻ കമ്പനികൾ ഏകദേശം 4 ബില്യൺ യൂറോ തീരുവ ലാഭമുണ്ടാക്കുമെന്നും യൂറോപ്യൻ യൂണിയൻ വ്യക്തമാക്കി. യുഎസിനെ ഒഴിവാക്കി മറ്റ് രാജ്യങ്ങൾ തമ്മിലുണ്ടാകുന്ന ഇത്തരം കരാറുകൾ അമേരിക്കയ്ക്ക് ഭീഷണിയാകുമോ എന്ന ചോദ്യത്തിന് അവർക്ക് ഏറ്റവും നല്ലത് ചെയ്യാൻ അവർക്ക് അവകാശമുണ്ട് എന്നും, പക്ഷേ യൂറോപ്യന്മാരിൽ നിന്ന് വലിയ നിരാശയാണ് തോന്നുന്നതെന്നും ബെന്റ് മറുപടി നൽകി. കഴിഞ്ഞ വർഷം ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നത് കുറയ്ക്കണമെന്ന ലക്ഷ്യത്തോടെ ഇന്ത്യക്കെതിരെ 25% തീരുവ ചുമത്തുവാനുള്ള വാഷിംഗ്ടന്റെ തീരുമാനത്തിൽ ചേരാൻ ബ്രസൽസ് മടിച്ചത് ഈ വ്യാപാര കരാറിന്റെ പശ്ചാത്തലത്തിലാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. റഷ്യൻ എണ്ണ ഇറക്കുമതി ഇന്ത്യ ഗണ്യമായി കുറച്ചതിനെ തുടർന്ന് ഇന്ത്യക്കെതിരെ ഏർപ്പെടുത്തിയിരുന്ന അധിക 25% US തീരുവ പിൻവലിക്കാനുള്ള സാധ്യത കഴിഞ്ഞ ആഴ്ച തന്നെ ബെസന്റ് സൂചിപ്പിച്ചിരുന്നു. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 118.28 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.14 യൂറോ, ഒരു US ഡോളർ 91.89 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 109.49 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.37 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 67.93 ഇന്ത്യൻ രൂപ. ഇനിയൊരു ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്. ഹൈക്കമാൻഡും ശശി തരൂരും തമ്മിലുള്ള ഭിന്നതയ്ക്ക് താൽക്കാലിക മഞ്ഞുരുക്കമായി നേതാക്കളുടെ കൂടിക്കാഴ്ച. പാർലമെന്റ് മന്ദിരത്തിലെ ഓഫീസിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും തരൂരുമായി കൂടിക്കാഴ്ച നടത്തി. CPM-മായി തരൂർ അടുക്കുന്നു എന്ന വാർത്തകൾക്കിടെയാണ് കൂടിക്കാഴ്ച. ചർച്ച വളരെ ക്രിയാത്മകവും അനുകൂലവുമായിരുന്നുവെന്നും തരൂർ വ്യക്തമാക്കി. ഒരു വിഷയവുമില്ല, പറയാനുള്ളതെല്ലാം മൂന്നാളും കൂടി രണ്ടു ഭാഗത്തും നന്നായി പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകും. കൂടുതൽ ഞാൻ എന്തു പറയാനാണ് എന്നാണ് തരൂർ പ്രതികരിച്ചത്. രാഹുൽ ഗാന്ധി അപമാനിച്ചതെന്ന് തോന്നിയോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പരിഗണിക്കപ്പെടാതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് പുതിയ പദവിക്കായി താൻ ശ്രമിക്കുന്നില്ല എന്നും ഇപ്പോൾ തന്നെ MP ആണെന്നുമായിരുന്നു മറുപടി. തിരുവനന്തപുരത്തെ ജനങ്ങളുടെ താല്പര്യത്തിനായി പാർലമെന്റിൽ പ്രവർത്തിക്കുകയാണ് ജോലിയെന്നും കേരളത്തിൽ പാർട്ടിക്കായി പ്രചരണത്തിന് ഇറങ്ങുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അജിത് പവാറിന്റെ വിയോഗത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ NCP നേതൃത്വം അജിത് പവാറിന്റെ ഭാര്യ സുനേത്ര പവാറിനെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള നീക്കം സജീവമാക്കി. നിലവിൽ അവർ രാജ്യസഭാ അംഗമാണ്. MLA-മാരെല്ലാം ഒന്നിച്ചു നിർത്തി BJP മുന്നണിയോടൊപ്പം പാർട്ടിയെ നിലനിർത്താൻ കഴിയുന്ന നേതാവിനെയാണ് പാർട്ടി തിരയുന്നത്. പാർട്ടിയുടെ ഇടക്കാല അധ്യക്ഷയായേക്കുമെന്ന് നേതാക്കൾ പലരും സൂചിപ്പിക്കുന്നു. നിയമസഭാ കക്ഷി നേതാവായി ആര് വരുമെന്നുള്ള പ്രധാന ചോദ്യം ഉയർന്നതോടെയാണ് സുനേത്ര പവാറിന്റെ പേര് സജീവമായത്. മറാഠ നേതാവിനെ മാത്രമേ പാർട്ടി MLA-മാർ നിയമസഭാ കക്ഷി നേതാവായി അംഗീകരിക്കുള്ളൂ എന്നാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ.
ബാരാമതിയിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ സുനേത്ര പവാർ സ്ഥാനാർത്ഥിയായേക്കുമെന്നും അവർ പിന്നീട് നിയമസഭാ കക്ഷി നേതാവാകുമെന്നുമാണ് പാർട്ടി നേതാക്കൾ വ്യക്തമാക്കുന്നത്. എൻസിപി വിഭാഗങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ച സമയത്താണ് അജിത് പവാർ വിടവാങ്ങിയത്. പൂനെയിലെയും പിംപ്രി ചിച്ച്വാഡിലെയും മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകൾക്കായി ഇരു പാർട്ടികളും കൈകോർത്തിരുന്നു. നിരാശാജനകമായ ഫലങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടന്നുവരികയായിരുന്നു. അജിത് പവാറിന്റെ മരണം ഇപ്പോൾ പിന്തുടർച്ചയെക്കുറിച്ചുള്ള ചോദ്യവും ലയന സാധ്യതയും സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ കേന്ദ്രബിന്ദുവാക്കിയിരിക്കുകയാണ്. സുനേത്ര പവാർ വർഷങ്ങളോളം സജീവ രാഷ്ട്രീയത്തിൽ നിന്നും വിട്ടുനിന്നിരുന്നു. 2024 ശരത് പവാറിന്റെ മകളായ സുപ്രിയ സുലേജയ്ക്കെതിരെ ബാരാമതി ലോക്സഭാ സീറ്റിൽ മത്സരിച്ചപ്പോഴാണ് അവരുടെ ഔപചാരികമായ രാഷ്ട്രീയ പ്രവേശനം നടന്നത്. അന്ന് അവർ പരാജയപ്പെട്ടിരുന്നുവെങ്കിലും മത്സരം അവർക്ക് സംസ്ഥാന വ്യാപകമായി നേതാവിന്റെ പരിവേഷം നൽകി. പിന്നീട് 2024 മഹായുതി സ്ഥാനാർത്ഥി രാജ്യസഭയിലേക്ക് എതിരില്ലാതെ അവർ തിരഞ്ഞെടുക്കപ്പെട്ടു. ബാരാമതിയുമായുള്ള ബന്ധമാണ് അവരുടെ ശക്തി. അജിത് പവാറിന്റെ മകൻ പാർത്ഥിവ് മാവിൽ നിന്നും മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അവകാശത്തിനായി ഉയർത്തിക്കാട്ടപ്പെട്ടു. അദ്ദേഹത്തിന്റെ തോൽവിയും തുടർന്ന് സജീവ രാഷ്ട്രീയത്തിൽ നിന്നുള്ള പിൻവാങ്ങലും ആ പദ്ധതിയെ തടസ്സപ്പെടുത്തിയിരുന്നു. സർക്കാർ ജീവനക്കാർക്കും ഉദ്യോഗസ്ഥർക്കും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ബീഹാർ സർക്കാർ ചട്ടങ്ങളിലെ ഭേദഗതി ചെയ്തു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉദ്യോഗസ്ഥർ ദുരുപയോഗം ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ബീഹാർ പബ്ലിക് സർവന്റ് കണ്ടക്ട് റൂൾസ് 2026 കൊണ്ടുവരാൻ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത്. ഇനി മുതൽ സോഷ്യൽ മീഡിയ അക്കൗണ്ട് തുടങ്ങുന്നതിന് മുൻപ് അധികൃതരിൽ നിന്നും സർക്കാർ ജീവനക്കാർ അനുമതി വാങ്ങണം. വ്യാജ പേരുകളിലുള്ള അക്കൗണ്ടുകൾ നിരോധിക്കും. ഔദ്യോഗിക മൊബൈൽ നമ്പറോ ഇമെയിലോ സോഷ്യൽ മീഡിയയിലെ വ്യക്തിഗത അക്കൗണ്ടുകൾ തുടങ്ങാൻ ഉപയോഗിക്കരുത്. കൂടാതെ വ്യാജ പേരുകളിൽ അക്കൗണ്ടുകൾ തുടങ്ങുന്നതിനും വിലക്കുണ്ട്. സർക്കാർ നയങ്ങൾ, പദ്ധതികൾ, കോടതി വിധികൾ എന്നിവയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ പാടില്ല. രാഷ്ട്രീയ പാർട്ടികളെയോ മറ്റ് സംഘടനകളെയോ അനുകൂലിക്കുവാനോ വിമർശിക്കുവാനോ അനുവാദമില്ല. ജോലി സ്ഥലത്തു നിന്നുമുള്ള വീഡിയോകൾ, റീലുകൾ എന്നിവ ചിത്രീകരിക്കുന്നതിനും ഔദ്യോഗിക ചർച്ചകൾ ലൈവ് സ്ട്രീം ചെയ്യുന്നതിനും പൂർണ്ണമായും നിരോധനം ഏർപ്പെടുത്തി. സർക്കാർ രേഖകളോ രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങളോ സോഷ്യൽ മീഡിയ വഴി പങ്കുവയ്ക്കാൻ പാടില്ല. സർക്കാർ നേട്ടങ്ങളെ സ്വന്തം നേട്ടങ്ങളായി അവതരിപ്പിക്കുന്നതിനും വിലക്കുണ്ട്. നിയമങ്ങൾ ലംഘിക്കുന്ന ജീവനക്കാർക്കെതിരെ കർശന വകുപ്പ് തല നടപടികൾ സ്വീകരിക്കുമെന്ന് ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ബി രാജേന്ദ്രൻ അറിയിച്ചു. ഡിജിറ്റൽ ഇടങ്ങളിൽ ഉത്തരവാദിത്വത്തോടും അച്ചടക്കത്തോടും കൂടി ഉദ്യോഗസ്ഥർ പെരുമാറുന്നുണ്ട് എന്ന് ഉറപ്പാക്കുകയാണ് തീരുമാനത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ വിശദീകരണം. കേരള സമൂഹത്തെയും സംസ്കാരത്തെയും സൃഷ്ടിക്കുന്നതിലും പുനഃസൃഷ്ടിക്കുന്നതിലും കേരളത്തിന് അകത്തുള്ളവർക്ക് എന്ന പോലെ പുറത്തുള്ളവർക്ക് വലിയ പങ്കുണ്ടെന്നും കേരളത്തെ ലോക കേരളമായി പുനർവിഭാവനം ചെയ്യേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭാ മന്ദിരത്തിലെ ആർ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ ലോക കേരള സഭയുടെ സഭ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നവകേരള സൃഷ്ടിയിൽ എല്ലാ കേരളീയർക്കും ഒത്തൊരുമയോടെ മുന്നോട്ട് നീങ്ങാൻ കഴിയണം. അകം കേരളവും പുറം കേരളവും തമ്മിലുള്ള ഒത്തൊരുമ വളർത്താൻ നിരവധി മാർഗങ്ങളുണ്ട്. എന്നാൽ അവയുടെ എല്ലാം കേന്ദ്രസ്ഥാനത്താണ് ലോക കേരള സഭയുടെ സ്ഥാനം. കാരണം അത് പ്രവാസി കേരളീയർക്ക് ഭാവി കേരളത്തെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെക്കാനുള്ള ജനാധിപത്യ വേദിയാണ്. നല്ല പൊതു അംഗീകാരം ഇപ്പോൾ വന്നുകഴിഞ്ഞു. ലോക കേരള സഭയുടെ ആദ്യ സമ്മേളനം നടന്നപ്പോൾ അതിനെതിരെ ചില കേന്ദ്രങ്ങളിൽ നിന്നും എതിർപ്പ് ഉയർന്നിരുന്നു. എതിർപ്പും പരിഹാസവും ഒക്കെ ഉണ്ടായി. സഭയിൽ പങ്കെടുക്കാനെത്തിയ ബഹുമാന്യരായ അംഗങ്ങളെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന നില വരെ ഉണ്ടായി. ലോക കേരള സഭയോടുള്ള എതിർപ്പിന്റെ കാര്യത്തിലും ഇപ്പോൾ നല്ല അയവ് വന്നിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ തന്നെ മറ്റ് സംസ്ഥാനങ്ങളോട് ലോക കേരള സഭ അനുകരണീയമായ മാതൃകയാണ് എന്ന് ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ സമ്മേളനത്തിൽ പ്രതിനിധികൾ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ സാധ്യമായ 28 എണ്ണം ലോക കേരള സഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തിരഞ്ഞെടുത്തു. അതിൽ 10 എണ്ണം നടപ്പാക്കി, 13 എണ്ണം നടപ്പാക്കി വരുന്നു. 5 എണ്ണം വിദേശകാര്യ വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടവയാണെന്നും അത് ചെയ്തിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച തിരുവനന്തപുരം കാസർഗോഡ് RRTS പദ്ധതിയെ തള്ളി ഇ ശ്രീധരൻ രംഗത്ത്. അതിവേഗ റെയിൽ പദ്ധതിയുമായി താരതമ്യം ചെയ്യുമ്പോൾ RRTS ഒരു സിമ്പിൾ വേസ്റ്റ് ആണ്. കേരളത്തിൽ പ്രായോഗികമല്ല. സർക്കാരിന് വേറെ ഉദ്ദേശമുണ്ടോ എന്ന് അറിയില്ല. അതിവേഗ റെയിൽവേ എന്നത് ഇടതു സർക്കാരിന്റെ ആശയം തന്നെയാണ്. അതിനാണ് ആദ്യം ജപ്പാനിൽ നിന്നും ആളെ കൊണ്ടുവന്നത്. ഇപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു മാറ്റം എന്നും അദ്ദേഹം ചോദിച്ചു. മുഖ്യമന്ത്രിയോട് അതിവേഗ റെയിൽ പദ്ധതി ആദ്യം സംസാരിച്ചിരുന്നു. അദ്ദേഹം ചർച്ചയിൽ തൃപ്തി കാണിച്ചിരുന്നു. കേന്ദ്രത്തിന് കത്ത് എഴുതണമെന്ന് താൻ പറഞ്ഞിരുന്നു. മുതിർന്ന ഉദ്യോഗസ്ഥർ വന്നു കാണുകയും ചെയ്തു. പക്ഷേ കത്തെഴുതാൻ മാത്രം CPM തയ്യാറായില്ല. അങ്ങനെയാണ് താൻ തന്നെ നേരിട്ട് ഇറങ്ങിയതെന്നും ഇ ശ്രീധരൻ പറഞ്ഞു. RRTS തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണ്. പ്രഖ്യാപനങ്ങൾ നടത്തിയാൽ പദ്ധതി വരില്ല. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ശ്രമം മാത്രമാണിത്. മാക്സിമം ചെങ്ങന്നൂർ തിരുവനന്തപുരം റൂട്ടിൽ RRTS നടപ്പിലാക്കാം.
അതിനപ്പുറം വന്നാൽ വേഗം കുറയ്ക്കേണ്ടി വരുമെന്നും RRTS ജനശ്രദ്ധ തിരിക്കാൻ കൊണ്ടുവന്നതാകാം. നടക്കാൻ പോണില്ല എന്ന് എല്ലാവർക്കും അറിയാം. സ്ഥലം ഏറ്റെടുക്കാൻ സർക്കാരിന്റെ സഹായം വേണം. സർവേ നടത്താൻ സ്റ്റേറ്റ് സഹായവും വേണ്ട. സ്ഥലം ഏറ്റെടുപ്പ് കുറച്ചു കഴിഞ്ഞായിരിക്കും. അപ്പോ ആരൊക്കെ ഉണ്ടാകും? ഈ സർക്കാർ ഉണ്ടാകുമോ എന്നും ശ്രീധരൻ ചോദിച്ചു. നടിയെ ആക്രമിച്ച കേസിൽ ശിക്ഷിക്കപ്പെട്ട ഒന്നാം പ്രതി പൾസർ സുനി ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി. പൾസർ സുനി അടക്കം 4 പ്രതികളാണ് ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത്. 20 വർഷത്തെ കഠിന തടവാണ് പൾസർ സുനിക്ക് വിചാരണ കോടതി വിധിച്ചത്. കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 6 പ്രതികൾക്കും 20 വർഷം തടവും 50,000 പിഴയുമാണ് ലഭിച്ചത്. ഒന്നാം പ്രതി പെരുമ്പാവൂർ വേങ്ങൂർ നടുവിലേക്കുട്ടി വീട്ടിൽ സുരേന്ദ്രൻ മകൻ സുനിൽ NS എന്ന പൾസർ സുനി. രണ്ടാം പ്രതി കൊരട്ടി തിരുമുടി കുന്നുംകര പുതുശ്ശേരി വീട്ടിൽ ആന്റണി മകൻ മാർട്ടിൻ ആന്റണി. മൂന്നാം പ്രതി തമ്മനം മണപ്പാട്ടിപ്പറമ്പിൽ ബാബു മകൻ B മണികണ്ഠൻ. നാലാം പ്രതി കണ്ണൂർ കതിരൂർ മംഗലശ്ശേരി വീട്ടിൽ രാമകൃഷ്ണൻ മകൻ BP വിജീഷ്. അഞ്ചാം പ്രതി എറണാകുളം കുന്നുംപുറം പള്ളിക്കൽ പറമ്പിൽ വീട്ടിൽ ഹസൻ മകൻ H സലീം എന്ന വടിവാൾ സലീം. ആറാം പ്രതി തിരുവല്ല പെരിങ്ങറ പഴയ നിലയത്തിൽ വീട്ടിൽ ഉഷ ശ്രീഹരൻ മകൻ പ്രദീപ് എന്നിവരെയാണ് കോടതി ശിക്ഷിച്ചിരിക്കുന്നത്. കേസിൽ ശിക്ഷിക്കപ്പെട്ട 6 പേരിൽ പൾസർ സുനിയാവും ആദ്യം ജയിലിൽ നിന്നും പുറത്തിറങ്ങുക. പൾസർ സുനി 7.5 വർഷത്തോളം വിചാരണ തടവിൽ കഴിഞ്ഞതിനാൽ 20 വർഷം കഠിന തടവിൽ, ഇനി 13 വർഷം ജയിലിൽ കഴിഞ്ഞാൽ മതിയാകും. പൾസർ സുനിക്കൊപ്പം മാർട്ടിൻ ആന്റണിയും 7 വർഷത്തോളം വിചാരണ തടവിൽ കഴിഞ്ഞിരുന്നു. ഇയാളും 13 വർഷം തടവിൽ കഴിഞ്ഞാൽ മതി. 2039ഓടെ ഇവർക്ക് ജയിലിൽ നിന്നും പുറത്തിറങ്ങാൻ സാധിക്കും. മൂന്നാം പ്രതി തമ്മനം മണപ്പാട്ടിപ്പറമ്പിൽ ബാബു മകൻ B മണികണ്ഠനാണ്. എന്നാൽ 3.5 വർഷമായി വിചാരണ തടവിലാണ് ഇയാൾ. അവശേഷിക്കുന്ന 16 വർഷവും 6 മാസവും ശിക്ഷ അനുഭവിക്കണം. നാലാം പ്രതി കണ്ണൂർ കതിരൂർ മംഗലശ്ശേരി വീട്ടിൽ രാമകൃഷ്ണൻ മകൻ BP വിജീഷ് 2 വർഷമായി വിചാരണ തടവിൽ കഴിയുകയാണ്. ഇയാൾ 16 വർഷവും 6 മാസവും കൂടി ശിക്ഷ അനുഭവിക്കണം. അഞ്ചാം പ്രതി എറണാകുളം കുന്നുംപുറം പള്ളിക്കപ്പറമ്പിൽ വീട്ടിൽ ഹസൻ മകൻ H സലീം എന്ന വടിവാൾ സലീം 2 വർഷം വിചാരണ തടവ് അനുഭവിച്ചത്. 20 വർഷത്തെ ശിക്ഷയിൽ അവശേഷിക്കുന്ന 18 വർഷം തടവിൽ കഴിയണം. ആറാം പ്രതി തിരുവല്ല പെരിങ്ങറ പഴയ നിലയത്തിൽ വീട്ടിൽ ഉഷ ശ്രീഹരൻ മകൻ പ്രദീപ് 2 വർഷമായി വിചാരണ തടവുകാരനാണ്. 18 വർഷം ശിക്ഷാ കാലാവധിയാണ് പ്രതിക്ക് ബാക്കിയുള്ളത്. എട്ടാം പ്രതി ദിലീപിനെതിരെയുള്ള ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി അദ്ദേഹത്തെ വെറുതെ വിട്ടത്. എന്നാൽ ദിലീപും പൾസർ സുനിയും തമ്മിലുള്ള ബന്ധം തെളിയിക്കുന്ന ഡിജിറ്റൽ തെളിവുകളും സാക്ഷിമൊഴികളും വിചാരണ കോടതി പരിഗണിച്ചിട്ടില്ല എന്നാണ് സർക്കാരിന്റെ വാദം. ഇനി സ്പോർട്സ്. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനൽ റൗണ്ട് മത്സരത്തിലെ 4ാം പോരാട്ടത്തിൽ മേഘാലയക്കെതിരെ കേരളത്തിന് തകർപ്പൻ വിജയം. എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് കേരളത്തിന്റെ വിജയം. ഇതോടെ 4 കളികളിൽ നിന്നും 10 പോയിന്റോടെ ഗ്രൂപ്പ് എയിൽ കേരളം ക്വാർട്ടർ ഉറപ്പിച്ചു. കളിയുടെ ആദ്യ പകുതിയിൽ മുഹമ്മദ് സിനാലിയുടെ കേരളം മുന്നിലെത്തി. 37ാം മിനിറ്റിൽ V അർജുൻ ബോക്സിലേക്ക് നൽകിയ ഫ്രീ കിക്ക് സിനാൻ ഹെഡ് ചെയ്ത് വലയിലേക്ക് തിരിച്ചുവിടുകയായിരുന്നു. രണ്ടാം പകുതിയിൽ മുഹമ്മദ് റിയാസും മുഹമ്മദ് അജ്ലസും ഗോൾ നേടി. രണ്ടാം പകുതിയിൽ 79ാം മിനിറ്റിൽ ഇടത് വിങ്ങിൽ നിന്നും സഞ്ജു നൽകിയ പാസ് റിയാസ് വലയിലേക്ക് തട്ടിയിട്ടു. 85ാം മിനിറ്റിൽ വിഘ്നേഷിന്റെ മുന്നേറ്റവും ഗോളിൽ കലാശിച്ചു. ബോക്സിനുള്ളിൽ ദിൽഷാദിന്റെ കാലിൽ തട്ടിയ പന്ത് അജ്സലിലേക്ക് എത്തി. അജ്സലിന്റെ ഷോട്ട് കൃത്യമായും വലയിലെത്തി. മേഘാലയയുടെ മറുപടി ഗോളിനുള്ള ശ്രമങ്ങളെല്ലാം കേരളത്തിന്റെ പ്രതിരോധ താരങ്ങൾ തടഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. UK-യിൽ ലേബർ പാർട്ടിയുടെ ഗ്രാഫ് താഴേക്ക്. 1ാം സ്ഥാനത്ത് നിന്ന് 3ാം സ്ഥാനത്തേക്ക്. വരുന്ന സ്കോട്ടിഷ് പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടി കാഴ്ചവെക്കുക 116ാം വർഷക്കാലത്തിനിടയിലെ ഏറ്റവും മോശം പ്രകടനമായിരിക്കുമെന്ന റിപ്പോർട്ട്. കെയർ സ്റ്റാമറിനോടുള്ള അനിഷ്ടം ശക്തമായി നിൽക്കുമെന്ന് സ്കോട്ട്ലൻഡിലെ അന സർവാക്കറിന്റെ പാർട്ടി നേടുക 15% വോട്ടുകൾ മാത്രം. സ്കോട്ടിഷ് നാഷണലിസ്റ്റ് പാർട്ടിക്ക് പ്രധാന പ്രതിപക്ഷമാവുക റിഫോം UK എന്ന് സർവേ ഫലം. UK-യിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനെയും NHS ഇംഗ്ലണ്ടിനെയും പ്രതിസന്ധിയുടെ മുൾമുനയിൽ നിർത്തിയ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ റിപ്പോർട്ട്. NHS-ലെ മെഡിക്കൽ അവഗണന രോഗികളുടെ മരണം തുടർക്കഥയാകുന്നു. 2 ദശകങ്ങളായി മൂല്യമേറിയ മുന്നറിയിപ്പുകൾ നൽകിയിട്ടും ഗവൺമെന്റും NHS-ഉം അടിസ്ഥാന പ്രശ്നം പരിഹരിക്കാൻ തയ്യാറായില്ല എന്ന് വിമർശനം. വീഴ്ചകളുടെ പേരിൽ മാത്രം പ്രതിവർഷത്തെ അനാവശ്യ ചെലവ് 3.6 ബില്യൺ പൗണ്ട്. ഉക്രൈൻ ട്രംപിന്റെ വഴി. ഉക്രൈനിൽ ഒരാഴ്ച വെടിനിർത്തൽ നടപ്പാക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സമ്മതിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തെക്കൻ ഉക്രൈനിലെ സ്പൊറോഷ്യസ് പ്രവിശ്യയിൽ റഷ്യ നടത്തിയ ഡ്രോൺ ആക്രമണങ്ങളിൽ 3 പേർ കൊല്ലപ്പെട്ടു. റഷ്യ ആക്രമണം നടത്തിയത് US മധ്യസ്ഥതയിലുള്ള സമാധാന ചർച്ച പുനരാരംഭിക്കാനിരിക്കെ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട സൈനികരുടെ മൃതദേഹങ്ങൾ ഇരു രാജ്യങ്ങളും പരസ്പരം കൈമാറി. അതിശൈത്യം കണക്കിലെടുത്ത് ഉക്രൈനിൽ ഒരാഴ്ച ആക്രമണം നടത്തില്ലെന്ന് പുടിൻ.
കാനഡയുമായുള്ള വ്യാപാര തർക്കം കൂടുതൽ രൂക്ഷമാക്കിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കാനഡയിൽ നിർമ്മിക്കുന്ന എല്ലാ വിമാനങ്ങൾക്കും യുഎസിൽ 50% തീരുവ ചുമത്തി. കാനഡ ക്യൂബക്കിൽ നിർമ്മിക്കുന്ന ജെറ്റുകൾ ഉൾപ്പെടെയുള്ള വിമാനങ്ങൾക്ക് നൽകിയ സർട്ടിഫിക്കേഷൻ പിൻവലിക്കുമെന്നും ട്രംപിന്റെ ഭീഷണി. ഇന്ത്യയുമായി വ്യാപാര കരാർ ഒപ്പുവെച്ച യൂറോപ്യൻ യൂണിയന്റെ തീരുമാനത്തിൽ നിരാശയുണ്ടെന്നും ട്രംപ്. യുഎസിനൊപ്പം നിൽക്കാൻ യൂറോപ്പ് മടിക്കുന്നതിന് കാരണം ഇന്ത്യയെന്നും ട്രംപിന്റെ ആരോപണം. ഹൈക്കമാൻഡും ശശി തരൂരും തമ്മിലുള്ള ഭിന്നതയ്ക്ക് താൽക്കാലിക വിരാമം. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും തരൂരുമായി കൂടിക്കാഴ്ച നടത്തി. സിപിഎമ്മുമായി തരൂർ അടുക്കുന്നുവെന്ന വാർത്തകൾക്കിടെയാണ് കൂടിക്കാഴ്ച. ചർച്ച വളരെ ക്രിയാത്മകവും അനുകൂലവുമായിരുന്നുവെന്നും ഒരുമിച്ച് മുന്നോട്ടു പോകുമെന്നും തരൂർ. പുതിയ പദവിക്കായി താൻ ശ്രമിക്കുന്നില്ലെന്നും കേരളത്തിൽ പാർട്ടിക്കായി പ്രചരണത്തിനിറങ്ങുമെന്നും തരൂർ. അജിത് പവാറിന്റെ ഭാര്യ സുനേത്ര പവാറിനെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള നീക്കം സജീവമാക്കി എൻസിപി നേതൃത്വം. ബാരാമതിയിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ സുനേത്ര പവാർ സ്ഥാനാർത്ഥിയായേക്കും. നിലവിൽ രാജ്യസഭാ അംഗമായ സുനേത്ര പവാറിന്റെ പാർട്ടിയുടെ ഇടക്കാല അധ്യക്ഷയായേക്കും. അജിത് പവാറിന്റെ വിയോഗത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ എൻസിപി നേതൃത്വം ബിജെപി മുന്നണിയോടൊപ്പം തുടരും. ലോക കേരള സഭയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. കേരള സമൂഹത്തെയും സംസ്കാരത്തെയും സൃഷ്ടിക്കുന്നതിലും പുനഃസൃഷ്ടിക്കുന്നതും കേരളത്തിന് അകത്തുള്ളവർക്ക് എന്ന പോലെ പുറത്തുള്ളവർക്കും വലിയ പങ്കുണ്ടെന്നും മുഖ്യമന്ത്രി. നവകേരള സൃഷ്ടിയിൽ എല്ലാ കേരളീയർക്കും ഒത്തൊരുമയോടെ മുന്നോട്ട് നീങ്ങാൻ കഴിയണമെന്നും അകം കേരളം പുറം കേരളം തമ്മിലുള്ള ഒത്തൊരുമ വളർത്താൻ പ്രയത്നിക്കണമെന്നും മുഖ്യമന്ത്രി. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച തിരുവനന്തപുരം കാസർഗോഡ് RRTS പദ്ധതിയെ തള്ളി ഇ ശ്രീധരൻ. അതിവേഗ റെയിൽവേയുമായി താരതമ്യം ചെയ്യുമ്പോൾ RRTS ഒരു സിമ്പിൾ വേസ്റ്റ് ആണെന്നും കേരളത്തിൽ പ്രായോഗികമല്ലെന്നും ഇ ശ്രീധരൻ. അതിവേഗ റെയിൽവേ എന്നത് ഇടതു സർക്കാർ ആശയം തന്നെയാണെന്നും എന്നാൽ ഇപ്പോൾ മാറ്റം കൊണ്ടുവന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ലെന്നും ഇ ശ്രീധരൻ. ഈ ബുള്ളറ്റിൻ കൂടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.